1952 മദിരാശി സംസ്ഥാനത്ത് മുസ്ലിം ലീഗിന് ഒരു എം പി ഉണ്ടായിരുന്നു. 1962 മലബാറിൽ മദിരാശി സംസ്ഥാനത്ത് അതിന് ശേഷം 62 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2 എം പിമാരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. 62 അങ്ങനെയുള്ള മുസ്ലിം ലീഗ് ഇപ്പോൾ UDF അവർ 2 സീറ്റ് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ കേരളത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. 52 ഒരു സീറ്റിൽ മദിരാശി സംസ്ഥാനത്ത് സീറ്റുണ്ടായിരുന്ന മുസ്ലിം ലീഗ് 62 ആരുടെയും പിന്തുണയില്ലാതെ കോൺഗ്രസിനെതിരായി മത്സരിച്ച് 2 സീറ്റിൽ വിജയിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് ഇപ്പോൾ അവർ 3 സീറ്റേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം ലീഗ് അവരുടെ നിലപാട് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള സ്ഥിതിഗതികളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മാത്രം. അല്ല, സീറ്റ് കൂടുതലല്ല ഞാൻ പറയുക. മുസ്ലിം ലീഗ് അവരുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസ് കേരളത്തിൽ സീറ്റുകൾ നേടി ജയിച്ചു വരുന്നത്. അത് കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ നീതി മുസ്ലിം ലീഗിനോട് കാണിച്ചില്ല. അവരെ അവഗണിക്കുന്നൊരവസ്ഥയാണ് സ്വീകരിച്ചത്. അത്തരത്തിലുള്ള ഒരവസ്ഥയും ഇടതുപക്ഷ മുന്നണി ഒരു പാർട്ടികളോട് സ്വീകരിക്കില്ല. ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ ഞങ്ങൾ മുന്നണി തീരുമാനമായി എടുക്കൂ. എല്ലാവരും ഐക്യത്തോടു കൂടിയിട്ടാണ്. ഇനി എന്തെങ്കിലും അല്ലറച്ചിടത്ത ഒരു പക്ഷേ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പൊക്കെയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെയാണ് പാർട്ടി അണികളിൽ താല്പര്യമുണ്ടാകുക. സ്വാഭാവികമായി ഉണ്ടാകാം. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള നടപടിയായിട്ട്, ഈ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു തെറ്റായ പ്രവണതയായിട്ടല്ല ഞാൻ കാണുന്നത്. അവർക്കിടയിൽ വന്നിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ളൊരു വർത്തമാനമേ അല്ല. ഇടതുപക്ഷ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള നിലപാട് തന്നെയാണ് RJD സ്വീകരിച്ചിട്ടുള്ളത്. ഉണ്ട്, വീരേന്ദ്രകുമാറിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നെടുക്കുന്ന തീരുമാനമാണ്. ഏതെങ്കിലും ഒരു പാർട്ടി കൊടുക്കുന്നതല്ല. ഞങ്ങൾ എല്ലാ പാർട്ടികൾക്കും ഞങ്ങളുടെ മുന്നണിയിൽ തുല്യ അധികാരവും തുല്യ സ്ഥാനവുമുണ്ട്. എല്ലാവരുടെയും വാക്കുകളും അഭിപ്രായങ്ങളും ആവശ്യങ്ങളും സശ്രദ്ധം കേട്ട് നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. അല്ല, എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല. കാരണം അങ്ങനെ മുൻകൂട്ടി നിങ്ങൾക്ക് സീറ്റ് തരാം എന്നൊക്കെ സാധാരണഗതിയിൽ LDF പറയാറില്ല. അപ്പോഴുള്ള കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അതാണ് ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചു വരുന്ന നിലപാട്. എല്ലാ പാർട്ടികൾക്കും തൃപ്തികരമായ തീരുമാനങ്ങളായിരിക്കും ഞങ്ങൾ എടുക്കുക. അല്ല, അങ്ങനെയുള്ള രാജ്യസഭ ഇപ്പോഴില്ലല്ലോ. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജ്യസഭാ സീറ്റിൻ്റെ പ്രശ്നം, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭയുടെ സീറ്റിൻ്റെ പ്രശ്നം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർലമെൻറ്റ് സീറ്റിൻ്റെ പ്രശ്നം, ഇനി പഞ്ചായത്തിൻ്റെ കാര്യം വരുമ്പോൾ പഞ്ചായത്തിൻ്റെ പ്രശ്നം. ആ നിലയിലാണ് അതാത് ഘട്ടങ്ങളിൽ വരുന്ന പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കലാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. കാരണം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFനകത്ത് ഇനിയും പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം സശ്രദ്ധ നിരീക്ഷിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്. ലീഗ് കോൺഗ്രസ് കൊടുത്ത് ലീഗ് മത്സരിക്കേണ്ട അവസ്ഥ ലീഗിനുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1952 മദിരാശി സംസ്ഥാനത്ത് 5 MLAമാരുണ്ടായിരുന്നു ലീഗിന്, ഒരു MP ഉണ്ടായിരുന്നു. 62 2 MPമാരുണ്ടായിരുന്നു. കോൺഗ്രസുമായി യോജിച്ചല്ല മത്സരിച്ചത്. അവർക്ക് ഇപ്പോഴും 2 സീറ്റാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങളുടെ വ്യക്തതയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ തനിച്ച് മത്സരിച്ച കോൺഗ്രസ് ഗതികേടിലാവും. മുസ്ലിം ലീഗ് ഇന്നുള്ളതിനേക്കാൾ സീറ്റ് നേടിയേക്കാം.